is the minister. No one come here and meet these victims. Government of Karnataka officer said this is purely belongs to government property. It's a GBA property. That's why we have to did the demolition. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഇംഗ്ലീഷ് നമുക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ലെന്ന് അവന്റെ വിചാരം. Can you the government of Karnataka make a ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. in Karnataka city regarding this നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂട് തൊണ്ടേ കയറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. how many of them? So Kerala. Yes. Now you support to the Karnataka people. I appreciate you. അല്ലറ ചില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരുടെ തന്നെപ്പോലുള്ള അലവലാദികൾ. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നുവെന്ന വാർത്ത കേട്ട് ഒരു രക്ഷകന്റെ പരിവേഷവുമായി കേരളത്തിൽ നിന്ന് പാഞ്ഞെത്തിയതായിരുന്നു സഖാവ് എം റഹീം. എന്നാൽ ബാംഗ്ലൂരിലെ ക്യാമറകൾക്ക് മുമ്പിൽ സംഭവിച്ചത് ഒരു വീരപരിവേഷകൻ്റെ ഉദയമായിരുന്നില്ല, മറിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു രാഷ്ട്രീയ തിരക്കഥയുടെ ദയനീയമായ തകർച്ചയായിരുന്നു. അവിടുത്തെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സഖാവ് തേഞ്ഞൊട്ടി നിൽക്കുന്ന ആ ഒരൊറ്റ കാഴ്ച മാത്രം മതി കേരളത്തിൻ്റെ വോട്ട് ലക്ഷ്യം വെച്ച് കർണാടകയിൽ അരങ്ങേറിയ ഈ നാടകത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ മുഴുവൻ ചുഴലെറിയാൻ. മാധ്യമപ്രവർത്തകരുടെ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ റെയിം ബബ്ബ അടിക്കുന്ന കാഴ്ച ഒരു സാധാരണ ഭാഷാ പ്രശ്നമായിരുന്നില്ല. പാർലമെൻറ്റിൽ തീപ്പൊരി ഇംഗ്ലീഷിൽ സംസാരിച്ച് സൈബർ ലോകത്ത് താരമായ സഖാവിന് ബാംഗ്ലൂരിലെത്തിയപ്പോൾ പെട്ടെന്നൊരു ബാലികേറാമലയായത് എന്ത് മായാജാലമാണ്. സത്യത്തിൽ അത് ഇംഗ്ലീഷ് വശമില്ലാത്തതിൻ്റെ പ്രശ്നമായിരുന്നില്ല, മറിച്ച് കോൺഗ്രസിനെ ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിക്കാൻ കൊണ്ടുവന്ന നുണക്കഥ കയ്യിൽ നിന്ന് പോയതിൻ്റെ കനത്ത ജാള്യതയായിരുന്നു. മുൻകൂട്ടി തയ്യാറാക്കി വെച്ച തിരക്കഥയിൽ ഇല്ലാത്ത ചോദ്യങ്ങൾ വന്നപ്പോൾ ഒരു രക്ഷകൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയായിരുന്നു. യഹലങ്കയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് പുനരധിവാസം നടപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട നിർണായക യോഗം നടത്താനിരിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പാണ് റഹീമും സംഘവും അവിടെ എത്തി ഈ രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചത് എന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. എന്തുകൊണ്ടെന്നാൽ റഹീമും കൂട്ടരും പറയുന്ന വിഷയം എന്താണെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. കർണാടകയിലെ ബാംഗ്ലൂരിന് സമീപമുള്ള യഹലങ്കയിൽ 1000ഓളം മുസ്ലിം കുടുംബങ്ങളെ ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ ഇടിച്ചു നീക്കി. സിദ്ധരാമയ്യ സർക്കാരും DK ശിവകുമാർ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് സർക്കാരും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു എന്നതായിരുന്നു ആ നെറേറ്റീവ്. ഈ നെറേറ്റീവ് തുടങ്ങി വെച്ചത് കർണാടകയിലെ ചില സംഘപരിവാർ ഗ്രൂപ്പുകളാണ്. മുസ്ലിങ്ങളെ നിങ്ങൾ കോൺഗ്രസിനെ തിരഞ്ഞെടുത്തല്ലോ, അവർ നിങ്ങളെ ഇങ്ങനെ പണിതല്ലോ എന്ന ആക്ഷേപഹാസ്യ രൂപത്തിലാണ് BJPക്കാർ ഈ പ്രചാരണം ആരംഭിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി കേരളത്തിലെ CPM അതിനെ ഏറ്റെടുത്തു. ഈ വിഷയത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. കർണാടകയിൽ ന്യൂനപക്ഷങ്ങളെ സർക്കാർ അടിച്ചിറക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു നെറേറ്റീവ് കേരളത്തിലെ CPM രൂപപ്പെടുത്തി. ഇതിന് മറുപടിയായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ നൽകിയ വിശദീകരണം വളരെ വ്യക്തവും കൃത്യവുമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആ സ്ഥലം ഉപയോഗശൂന്യമായ ഒരു ക്വാറിയാണെന്നും മാലിന്യ നിക്ഷേപത്തിനായി മാറ്റിവെച്ച അപകടകരമായ പ്രദേശമാണെന്നും അവിടെ താമസിക്കുന്നത് മനുഷ്യജീവിതത്തിന് ഗുരുതരമായ ഭീഷണിയാണെന്നുമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പരിശോധനയിൽ അത് കയ്യേറ്റമാണെന്ന് വ്യക്തമായിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അവിടെ താമസിച്ചവർ പലരും ലോക്കൽസ് അല്ല, പുറത്തുനിന്ന് വന്ന ലാൻഡ് ഗ്ലോബേഴ്സ് എന്നും പലതവണ നോട്ടീസ് നൽകിയിട്ടും ഒഴിയാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സർക്കാർ നടപടി സ്വീകരിക്കേണ്ടി വന്നതെന്നും DK ശിവകുമാർ കൃത്യമായി വിശദീകരിച്ചു. ഈ വിശദീകരണം കർണാടകയിലെ എല്ലാ ചാനലുകളിലും സംപ്രേഷണം ചെയ്തതാണ്. കർണാടകയിലെ CPMനും ഇന്ത്യൻ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കും ഈ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അവർ അവിടുത്തെ സർക്കാരിനൊപ്പം തന്നെയാണ്. എന്നാൽ കേരളത്തിലെ CPM നേതാക്കൾക്ക് മാത്രമാണ് ഇത് മനസ്സിലാകാത്തത്. അവർ ഇപ്പോൾ കോൺഗ്രസിനെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുന്ന തിരക്കിലാണ്. ഈ ഒരു നീക്കത്തിന് പിന്നിലെ കാരണം ജനങ്ങൾക്ക് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും CPMനെ കൈയൊഴിഞ്ഞത് കോൺഗ്രസും UDFും പിന്തുണ നൽകുന്ന സാഹചര്യം ശക്തമായതോടെയാണ് ഈ നെറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടത്. ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായാണ് കോൺഗ്രസിനെ BJP അനുകൂലവും ന്യൂനപക്ഷ വിരുദ്ധമായതായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ ശ്രമങ്ങൾ ഒന്നും തന്നെ ജനങ്ങൾ അപ്പാടെ വിഴുങ്ങുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് അവിടെ പോയ റഹീമിന് പോലും കൃത്യമായി മറുപടി നൽകാൻ കഴിയാതെ മാധ്യമങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വന്നത്. ഇതുപോലെ യഥാർത്ഥ സാഹചര്യം മനസ്സിലാക്കാതെ ഇവിടെ നിന്ന് ഇഞ്ചക്ട് ചെയ്ത നെറേറ്റീവ് അവിടെ നടപ്പാക്കാൻ ശ്രമിച്ചാൽ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ ഇതുപോലെ ചൂടി നിൽക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ റഹീമിൽ സംഭവിച്ചിരിക്കുന്നത്. ഭാഷാപരമായി പരിമിതികളുള്ള ആളാണ് ഞാൻ ഭാഷാപരമായി മെച്ചപ്പെടുത്തേണ്ട ആളാണ്, അത് ഞാൻ തിരിച്ചറിയുന്ന ആളാണ്.